സൈനിക യൂണിഫോം അഴിച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരൂ. ജനങ്ങളെ നേരിടാനുള്ള ധൈര്യം ആദ്യം കാണിക്കൂ. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് തുറന്ന വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാവായ ജാമിയത്ത് ഉലമാ-ഇ ഇസ്ലാം മേധാവിയായ മൗലാന ഹുസ്ബുൾ റഹ്മാൻ രംഗത്ത്. പാകിസ്ഥാനിലെ ജനങ്ങൾ നിങ്ങളുടെ നയങ്ങൾക്കൊപ്പമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യൂണിഫോം ഊരിവെച്ച് സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി വരാനുള്ള ധൈര്യം അസീം മുനീർ കാണിക്കണം. ഞങ്ങൾ ഇവിടെ വലിയ രീതിയിൽ ശക്തമായ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. തങ്ങൾ ചെയ്യുന്നത് പോലെ ജനാധിപത്യപരമായി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുവാനും അണിയറയിൽ ഇരുന്നു കൊണ്ട് ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നതിന് പകരം തന്നെ ബാലറ്റിലൂടെ തന്നെ ജനങ്ങൾ വിധി എഴുതട്ടെ എന്നും പ്രതിപക്ഷ പാർട്ടിയെ ദുർബലപ്പെടുത്തുവാനും മാധ്യമ സ്വാതന്ത്ര്യം തടയുവാനും സൈന്യം അനാവശ്യമായി തന്നെ ഇവിടെ ഇടപെടുകയാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് നേരെ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചുകൊണ്ടാണ് ഈ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പാക് സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലേക്കാവുകയാണ്. അതായത് പാകിസ്ഥാനിൽ ഭരണകൂടത്തിന് മേൽ പിടിമുറുക്കുന്ന സൈനിക നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമായിരുന്നു ഈ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഉയർത്തിയത്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന് നേരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ശക്തമായി തങ്ങളോട്, അതായത് അസീം മുനീറിനോട് ജനവിധി നേരിടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യ വെല്ലുവിളി ഉയർന്നത്. ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ സൈനിക മേധാവി സ്ഥാനം രാജിവെച്ച് പാർട്ടി, അതായത് സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഈ നേതാവ് ഇവിടെ ധൈര്യം കാണിക്കണമെന്ന വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, കടുത്ത ഭാഷയിലുള്ള വിമർശനം നടത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ബലൂചിസ്ഥാനിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സൈനിക നേതൃത്വം പൂർണ്ണമായും പരാജയമാണ് എന്ന ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. പാക് രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി വലിയ സ്വാധീനം ചെലുത്തി വന്നിരുന്ന സൈന്യത്തിനെതിരെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ രംഗത്തെത്തുന്നത് രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഈ നേതാവ് പാകിസ്ഥാനിൽ നടക്കുന്നതിന്റെ നേർചിത്രമാണ് തുറന്നു കാണിച്ചിരിക്കുന്നത്. ഭരണകൂടത്തെ അടിച്ചമർത്തിക്കൊണ്ട് അവിടെ ഭരിക്കുന്നത് അസീം മുനീറാണ്. പ്രധാനമന്ത്രിക്ക് ഒരു റോളും, അതായത് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് അവിടെ ചെയ്യാൻ ഒന്നും തന്നെയില്ല. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ ജനത അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ്. അസീം മുനീറിന്റെ മണ്ടൻ തീരുമാനങ്ങൾ കാരണം പൊറുതിമുട്ടിയ ജനം പോലും പിന്നീട് ഒരിക്കൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ചരിത്രം പോലും അവർക്ക് പറയാനുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും ഈ ഒരു വിഷയത്തിൽ ഇതിലൊരക്ഷരം പോലും മിണ്ടാതെ ആ വിഷയത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തന്നെ ആയിരങ്ങൾ വലയുമ്പോൾ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അസീം മുനീറിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയായി തന്നെ, ഒരു കളിപ്പാവയായി തന്നെ ഇവിടെ മാറുന്നു എന്നതും, ഇത്തരത്തിൽ പ്രമുഖ നേതാക്കൾ ഓരോ രീതിയിലും തുറന്ന് ചില കാര്യങ്ങൾ ഇവിടെ തുറന്നടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായ മറ്റൊരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിൽ ഈ നേതാവ് അസീം മുനീറിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിയതുകൊണ്ട് തന്നെ അസീം മുനീർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ ഇവിടെ ആർക്കാണ് ജയവും പരാജയവും ഉണ്ടാകുന്നതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് ഈ നേതാവ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.